ഞാൻ ആ ശ്രീനിവാസന്റെ പൊട്ടിച്ചെറിച്ചുകൊണ്ട് അമേരിക്കയിൽ നീ എവിടെ പോയതാണടാ എന്ന് ചോദിക്കുന്ന ചോദ്യം ആരോടാണ് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ? ഇത്രയും കാലം അമേരിക്കൻ സാമ്രാജ്യത്വം എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ പോരാട്ടം നടത്തിയ പിണറായി വിജയനും നേതാക്കളുമെല്ലാം ഇപ്പോൾ രായ്ക്കുരാമന് അമേരിക്കയിലേക്ക് പോകുന്നതിൻ്റെ രഹസ്യം എന്താണ്? ഇത്രയും കാലം അണികളെ പറ്റിച്ചിട്ടാണെങ്കിൽ ഇപ്പോഴിതാ അമേരിക്കയിൽ പോയി മഹാത്മ്യം കണ്ടെത്തിയ ആ പിണറായി വിജയനെ പച്ചയ്ക്ക് പൊരിക്കുകയാണ് നമ്മുടെ ശ്രീനിവാസൻ. നമുക്കൊന്ന് കേട്ട് നോക്കാം. അവിടെ അമേരിക്കൻ സാമ്രാജ്യത്വമാണോ നടക്കുന്നത്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ബിസിനസ് ഡീലാണോ നടക്കുന്നത്? അതല്ല, പിണറായി വിജയൻ അവിടെ പോയിട്ട് എന്തിന് പോയതാണ്? അസുഖം ചികിത്സിച്ച് ഭേദമാക്കാനാണോ പോയിട്ടുള്ളത്? എല്ലാം അറിയുന്നവൻ ശ്രീനിവാസൻ കൃത്യമായി ചോദിക്കുകയാണ്. നീ അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി പറയടാ. നീ അമേരിക്കയിൽ എവിടെയായിരുന്നു? അത് പിന്നെ അമേരിക്കൻ ജംഗ്ഷനിൽ. അതെ, പിണറായി എന്ന് പറയുന്ന പരമനാറി എന്ന് എല്ലാവരും ഡിക്ലെയർ ചെയ്തിട്ടുള്ള, എല്ലാവരും പൊങ്ങച്ചം നടിച്ച് നടക്കുന്ന പിണറായി വിജയൻ അമേരിക്കയിൽ പോയി എന്ന് തെളിയിക്കാനും ഏതോ ടൈം സ്ക്വയറിൽ പോയാൽ വലിയ പേരുണ്ടാകാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരു അപഹാസ്യനായ ഒരാളാണ് പിണറായി വിജയൻ. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് എന്തിനാണ് അമേരിക്കയിൽ പോണത്? അദ്ദേഹം അമേരിക്കയിൽ പോണത് ഫാരിസ് അബൂബക്കറുമായിട്ടുള്ള ഡീൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് നമ്മുടെ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് യോഹന്നാൻ്റെ ട്രസ്റ്റ് വഴി കോടിക്കണക്കിന് രൂപ പിണറായി വിജയൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങോട്ട് റിവേഴ്സ് ഹവാലി. അപ്പോൾ ഇവിടുന്ന് അവരുടെ ട്രസ്റ്റ് വഴി ട്രാൻസ്ഫർ ചെയ്ത് അമേരിക്കയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെയും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫാരിസ് അബൂബക്കറിൻ്റെ ബിനാമി അക്കൗണ്ടുകൾ വഴിയാണ് അവിടെ എല്ലാം സുരക്ഷിതമാക്കി വെച്ചിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ടാണ് പ്രധാനമായും പിണറായി വിജയൻ സൂക്കടാണേ എന്ന് അമേരിക്കയിൽ പോണത്. എവിടെയോ ഒരു ലിംഗത്തിൻ്റെ ഏതോ ഒരു സ്ഥലത്ത് എവിടെയോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതിനാണ് അവിടെ പോയി മിയാമി ഹോസ്പിറ്റലിൽ പോയി ക്യാൻസർ ചികിത്സയാണ് ഇവിടുന്ന് പോകുന്നത്. യഥാർത്ഥത്തിൽ അവിടെ പോയി കച്ചവടമാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ള ആരാണ്? നമ്മുടെ PC ജോർജാണ്. ഇത് കൃത്യമായി പരിഹസിച്ചുകൊണ്ടാണ് നമ്മുടെ ശ്രീനിവാസൻ ചോദിച്ചത്. നീ എവിടെ ആയിരുന്നടാ നീ? അമേരിക്കയിൽ എവിടെയായിരുന്നടാ നീ പോയത്? എന്ത് തെളിവാണെന്ന് ചോദിച്ചപ്പം മോഹൻലാൽ പറയുന്ന ബബ്ബ മറുപടിയും തുറന്നിട്ട് നമ്മുടെ ശ്രീനിവാസൻ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി പിണറായി വിജയനെ പച്ചയ്ക്ക് തോലി വെച്ച് കാണിച്ചതാണ്. മാത്രമല്ല, അന്ന് പോയിട്ട് പിണറായി വിജയൻ എവിടെ പോയിരുന്നത്? നമുക്കറിയാം, ടൈം സ്ക്വയർ ഇരിക്കുന്ന രംഗം നോക്കി നോക്കൂ. ഒരു തുരുമ്പ് പിടിച്ച കസേരയിൽ അവിടെ ഇരിക്കുകയാണ്. അവിടെ എന്താ പരിപാടി അറിയോ? അവിടെ ഈ കഞ്ചാവ് വലിക്കുന്ന ആൾക്കാർ, മയക്കുമരുന്ന് വലിക്കുന്ന ആൾക്കാർ, സൊറ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുള്ള ആ സ്ഥലമാണ് അവിടെ. ഇവിടെ ആരോ എന്തോ പറഞ്ഞു കൊടുത്തു പിണറായി വിജയനോട്, അവിടെ പോയിരുന്നാൽ വലിയ പബ്ലിസിറ്റി കിട്ടും, ലോകം മുഴുവൻ നിലവാരമുള്ള സ്ഥലമാണ്. ഒരു തുരുമ്പ് പിടിച്ച ഒരു സാധാരണ ഇവിടെ ലോക്കലായി കിട്ടുന്ന ഒരു കസേരയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പോയി കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ഏതോ മഹാനാണെന്നുള്ള രൂപത്തിൽ പോയിരുന്നത്. അതെന്തിനാണ് ആൾക്കാർ മുന്നിൽ തെളിയിക്കാൻ? ഞാൻ അമേരിക്കയിൽ വന്നിട്ടുണ്ടെന്നും ടൈം സ്ക്വയറിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ടെന്നും ഒക്കെ ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ലോകം മുഴുവൻ അറിയും. അതിലെ പല രാജ്യങ്ങളിൽ പ്രസിഡന്റുമാർ വന്ന് പ്രസംഗിക്കുന്ന സ്ഥലമാണ് ഇവിടെ. അതേപോലെ കേരള രാജ്യത്തെ പ്രസിഡന്റ് വന്ന് അവിടെ പ്രസംഗിച്ചു എന്ന് ലോകത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നൊക്കെ ആരോ പറഞ്ഞ് പറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പാവം മണ്ട ശിരോമണിയെ. അങ്ങനെയാണ് അന്ന് പോയിട്ട് പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് എല്ലാ സ്ഥലത്തും ഈ പണ ഇടപാടുമായിട്ടുള്ള കാര്യങ്ങൾ കോടിക്കണക്കിന് രൂപ, അതായത് സ്പ്രിങ്ക്ലർ ഇടപാട് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. കേരളത്തെ സാധാരണ ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ, എത്ര പേരുകൾക്ക് ഓരോ രോഗികളായിട്ടുണ്ട് എന്നുള്ള ഡാറ്റാസ്, കോവിഡ് സമയത്ത് എത്ര കോവിഡ് രോഗികളുണ്ട്, ഇവിടുത്തെ രോഗികളുടെ കംപ്ലീറ്റ് ഡാറ്റാസ് മറച്ചു വിറ്റ ആളാണ് പിണറായി വിജയൻ സ്വന്തം മകളുടെ കമ്പനി വഴി. ആ കച്ചവടത്തിൽ കോടിക്കണക്കിന് രൂപയാണ് സ്പ്രിങ്ക്ലർ ഇടപാട് കിട്ടിയിട്ടുള്ളതെന്ന് നമ്മുടെ രമേശ് ചെന്നിത്തല നിയമസഭയിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ, ഇപ്പം നമുക്കറിയാം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി വിറ്റ പഞ്ചലോഹങ്ങൾ അടക്കം വിറ്റു എന്ന് പറയുന്നതും, ദാവൂദ് ഇബ്രാഹിമായിട്ട് പിണറായി വിജയൻ ഗൾഫിൽ പോയി ചർച്ച ചെയ്തു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. മണി കൃത്യമായി തിരുവനന്തപുരത്ത് പോയി പിണറായി വിജയനെ കണ്ടു എന്നും ഉണ്ണീഷൻ പോറ്റി കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് വരുന്നത്. എന്തായാലും ഒരു അധോലോക മാഫിയ കിങ്ങാണ് ഇദ്ദേഹം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്തായാലും ഈ മണ്ട ശിരോമണിയെ കൃത്യമായി
ശ്രീനിവാസൻ പരിഹസിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്താ ലോകത്തിൽ എവിടെയും അമേരിക്കയിൽ പോയി ഈ ടൈം സ്ക്വയറിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര പേര് കിട്ടുമെന്ന് പറഞ്ഞ പിണറായി വിജയൻ തുരുമ്പിച്ച കസേലയിൽ കേരളത്തിലെവിടെ ഇരിക്കുമോ? 40 വണ്ടി പോലീസിൻ്റെ സഹായത്തോടെ ജനങ്ങളിൽ നിന്ന് പേടിച്ച് ഓടി നടക്കുന്ന ഒരു ഭീരുവാണ് പിണറായി വിജയൻ. കാരണം താൻ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ നീണ്ട നിരകൾ നോക്കുകയാണെങ്കിൽ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് കട്ടുമുടിച്ചുണ്ടാക്കിയ പൈസയെല്ലാം സുരക്ഷിതമായി കൊണ്ടിടക്കണ്ടേ? അത് ജനങ്ങളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അടി കിട്ടില്ലേ? സാധാരണ CPM പ്രവർത്തനം അടി കിട്ടില്ലേ? യഥാർത്ഥ CPM സാധാരണ അടിയാണെങ്കിൽ ചൂലെടുത്ത് അമേദ്യത്തിൽ മുക്കി അടിക്കുന്നുള്ള ഒരു ഉറപ്പാണ്. കേരളത്തിലെ പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് ഒരു 5 പൈസ കൂട്ടിക്കൊടുക്കാതെ അവരെ എല്ലാ തരത്തിലും ഇട്ട് നരകിപ്പിച്ച ഈ ഭീകരനെ കുറിച്ചൊരു സാധാരണ സ്ത്രീകൾക്കടക്കം അറിയാതുകൊണ്ട് എവിടെ കിട്ടിയാലും അമേദ്യത്തിൽ മുക്കിയ ചൂല് കൊണ്ട് അടിക്കുന്ന ഉറപ്പാണ്. അങ്ങനെയുള്ള പിണറായി വിജയന് പൊതുനിരത്തിലൂടെ ഒന്ന് നടക്കാൻ, ഒറ്റയ്ക്ക് നടക്കാനുള്ള കഴിവില്ല. കാരണം കഴിവുണ്ടാകുന്ന അടി കിട്ടുന്നുള്ള പേടിയാണ്. അതുകൊണ്ടാണ് 40 വണ്ടി പോലീസിൻ്റെ സഹായത്തോടെ പോകുന്നത്. നമ്മുടെ EK നായർ എന്താ മുമ്പ് പറഞ്ഞത്? അംബാസഡർ കാറ് പോയപ്പം എസ്കോട്ട് വേണ്ട, എൻ്റെ ജനങ്ങളാണ് എസ്കോട്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ പിണറായി വിജയനോ അങ്ങനെ ഒരാളാണ്. അമേരിക്കയിൽ പോയി ഗമയിൽ ഇരിക്കുന്നത്, ഇങ്ങനെ ഇരിക്കുന്നത് ഏത് കസേരയിൽ അവിടെ ഇരിക്കുന്ന സ്ഥലം ഏതാ? എന്തായാലും ശ്രീനിവാസൻ പറഞ്ഞു, ഒന്നും കൂടി പോയി കേൾക്കാം. നീ അമേരിക്കയിൽ പോയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി പറയടാ, നീ അമേരിക്കയിൽ എവിടെയായിരുന്നു? അത് പിന്നെ അമേരിക്കൻ ജംഗ്ഷനിൽ. അമേരിക്കൻ ജംഗ്ഷൻ പോലും അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്?